മാറുന്ന സ്ത്രീത്വത്തിന് മാറ്റത്തിന്റെ പുത്തൻ കാഴ്ചകളുമായി എത്തുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വപ്രയത്നത്താൽ സമസ്ത മേഖലകളിലും വിജയം കൈവരിച്ച സ്ത്രീ മനസ്സുകളെ കാട്ടിത്തരുന്നു സ്മാർട്ട് ലേഡി. എൻ്റെ പേര് ശാരദ വിശ്വനാഥൻ. 76 വയസ്സായി. പിന്നെ എനിക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് പലതും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ബോംബെയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, മായം ചേർക്കാത്ത അരി, പാഷൻ ഫ്രൂട്ടൊക്കെ ജ്യൂസ് ഉണ്ടാക്കാൻ അവിടെ തൊടിയിൽ വളർത്തിയിരുന്നു. അവിടുന്ന് പറിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെന്താ ജാമും ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, വൈൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു. എല്ലാം ഇപ്പോൾ കുറേ ജ്യൂസുകളൊക്കെ വാങ്ങിക്കൊണ്ട് ആൾക്കാർ കല്യാണങ്ങൾക്കും അതിനൊക്കെ വേണം പറഞ്ഞ് ഓർഡർ തരാൻ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കേറ്ററിംഗ് ഒക്കെ എറണാകുളത്ത് പഠിച്ചത്. പിന്നെ വടക്കാഞ്ചേരിയിൽ CSCക്കാരുടെ ഒരു ഇതുണ്ടായിരുന്നു, അതിനും പോയിരുന്നു. അതൊക്കെ അങ്ങനെ കേറ്ററിംഗ് അവിടെ നിന്നും പഠിച്ചു. ബോട്ടിലൊക്കെ വാങ്ങി എറണാകുളത്തു നിന്നൊക്കെ കളക്ട് ചെയ്യുക, അതിനാണ് ജ്യൂസൊക്കെ ഉണ്ടാക്കി വയ്ക്കാറ്. കൃഷികൾ എല്ലാം ഉണ്ടായിരുന്നു, പച്ചക്കറികളെല്ലാം ഉണ്ടായിരുന്നു, എല്ലാം വെച്ചിരുന്നു. പിന്നെ ക്യാബേജ് അല്ല, കോളിഫ്ലവർ, ക്യാബേജ് എല്ലാം അവിടെ ഉണ്ടാക്കിയിരുന്നു. ആ സീസണിൽ നല്ലോണം ഉണ്ടായിരുന്നു. എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ ഇവിടെയും തുടങ്ങണം, ഇവിടെ തുടങ്ങിയിട്ടില്ല. സ്ഥലമില്ല ഒന്നാമത് വയ്ക്കാൻ. ഒരു മുളക് എന്തെങ്കിലും മുളച്ച് വന്നാൽ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കുന്നതല്ലേ, ഭയങ്കര. പ്രത്യേകിച്ച് കോളിഫ്ലവർ, ക്യാബേജൊക്കെ ഉണ്ടാവുമെന്ന് തന്നെ വിചാരിച്ചിട്ടില്ല. നല്ലോണം ഉണ്ടായി തുടങ്ങി. അങ്ങനെ നമ്മൾ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്, പക്ഷെ ഇപ്പോൾ നന്നായി ഉണ്ടാവുന്നുണ്ട്. ജ്യൂസെല്ലാം പച്ച മാങ്ങ ജ്യൂസ്, പഴുത്ത മാങ്ങേൻ്റെ, പിന്നെ ഓറഞ്ച് ജ്യൂസ്, പാഷൻ ഫ്രൂട്ട് അത് ധാരാളം ഉണ്ടാക്കിയിരുന്നു. പാഷൻ ഫ്രൂട്ട് മരം ഉണ്ടായിരുന്നു കോമ്പൗണ്ടിൽ, അപ്പോൾ അവിടുന്ന് പറിച്ച് ഉണ്ടാക്കി. അത് എനിക്ക് നേരത്തെ ഗാർഡൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ബോംബെയിലേക്ക് ആകുമ്പോൾ ഒരു സ്ഥലമില്ല ചെയ്യാനൊന്നും. അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം സ്ഥലം കണ്ടപ്പോൾ തുടങ്ങിയതാണ്. കുറേശ്ശെ തുടങ്ങി, അങ്ങനെ എല്ലാം ശരിയായി. പക്ഷെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്തിരുന്നത്. ആദ്യം അങ്ങനെ ചെയ്തത് സ്വന്തം ആവശ്യത്തിന് ഉണ്ടാക്കി. പിന്നെ വീട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും കൊടുക്കാനൊക്കെ അങ്ങനെ ഉണ്ടാക്കി കുറേ. പിന്നെ എല്ലാവരും നല്ലതാണ് പറഞ്ഞപ്പോൾ ഞാൻ സെയിൽസ് തുടങ്ങി. അപ്പോൾ നല്ലോണം പോകാൻ തുടങ്ങി. ജ്യൂസിന് ഇതൊക്കെ സെർവൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് നല്ല കുപ്പി കഴുകാനോ അതിനോ മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്ത് വെച്ചിട്ടാണ് മരിച്ചതൊക്കെ. ഹസ്ബൻഡ് മരിച്ച ശേഷം ഞാൻ ഒറ്റയ്ക്കല്ലേ, കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും കുറേശ്ശൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പഠിച്ചു ഈ കേറ്ററിങ്ങൊക്കെ. ആഗ്രഹമൊക്കെ ഉണ്ട് പഠിപ്പിക്കാനും ചെയ്യിപ്പിക്കാനൊക്കെ. എൻ്റെ വീട്ടിൽ മകളും ഭർത്താവും ഉണ്ട്. പിന്നെ അമ്മ മരിച്ചുപോയി 3 കൊല്ലം മുമ്പേ.
എൻ്റെ അമ്മ നല്ല നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു. 97 വയസ്സ് വരെ വരച്ചു. എന്താ ഇത് അമ്മ വരച്ചതാണ് ഈ പശുക്കുട്ടീനെ. അത് 50 എണ്ണം വരച്ചിട്ടുണ്ട്. ആരും പഠിപ്പിച്ചിട്ടില്ല, തന്നെ. മക്കളും കുട്ടികളെല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ വീട്ടിൽ ഒന്നിച്ച് ആരും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ. ഒന്നാമത് വയസ്സായി. ഇപ്പോൾ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്ന്. പിക്കിളൊക്കെ പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ, അപ്പോൾ ഹോം മെയ്ഡ് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള പ്ലാനുണ്ട്. വിഷമൊന്നുമില്ലാത്ത പച്ചക്കറി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും, നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്യാം. സ്ത്രീകളോട് പ്രത്യേകിച്ചും പറയുക, വെറുതെ സമയം കളയാൻ എന്തെങ്കിലും ചെയ്യാനുള്ള, ഇങ്ങനെ വല്ലതും ചെയ്യാനുള്ള ഐഡിയ എടുക്കാം.